കേരള സംസ്ഥാന യുവജന ബോർഡിന്റെയും കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഈ വർഷത്തെ ബ്ലോക്ക് തല കേരളോത്സവം ആരംഭിച്ചിരിക്കുന്നത്. പെരുമ്പാവൂർ ആശ്രമം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന കേരളോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മം ക്രിക്കറ്റ് കളിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്താടൻ നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിനാണെങ്കിലും ഒരുപാട് സമയം കിട്ടിയില്ല, വളരെ പെട്ടെന്നാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്യേണ്ടി വന്നത്. എന്നാലും വളരെ ഭംഗിയായി എല്ലായിടത്തും കേരളോത്സവം നടക്കുകയാണ്. ഇവിടെ ക്രിക്കറ്റ് മത്സരം നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ എല്ലാ ഞായറാഴ്ചകളിലും വലിയ തോതിൽ ക്രിക്കറ്റ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന IPL ഉൾപ്പെടെ വിവിധങ്ങളായിട്ടുള്ള ഓരോ പ്രദേശം കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രീമിയർ ലീഗ് ഉൾപ്പെടെ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുപാട് കായിക താരങ്ങൾക്ക് വലിയ തോതിൽ അവരുടെ അവസരങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു വേദിയായി കേരളോത്സവം മാറുകയാണ്. വിവിധ വേദികളിലായി കുറേ ദിവസക്കാലം എടുത്ത് 10 ദിവസക്കാലം കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരളോത്സവം വിവിധ സ്ഥലങ്ങൾ നടക്കുമ്പോൾ ഒരുപാട് യുവാക്കൾക്ക് ഇതിലൂടെ കായിക രംഗത്തും കലാരംഗത്തൊക്കെ കടന്നു വരാൻ കഴിയുന്ന വലിയ അവസരമായി ഇത് മാറുകയാണ്. എന്തായാലും കേരളോത്സവം വളരെ ഭംഗിയായി നടത്താൻ തീരുമാനിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് അജിത്ത് ഉൾപ്പെടെയുള്ള ഭരണസമിതി അംഗങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ET അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരളോത്സവത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇന്ന് ക്രിക്കറ്റ് മത്സരമാണ് ആരംഭിക്കുന്നത്. ഇന്ന് മുതൽ ആരംഭിച്ച് 15-ാം തീയതി അവസാനിക്കാവുന്ന രീതിയിൽ ഓരോ ദിവസവും ഓരോ മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. ഓരോ പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 6 പഞ്ചായത്തുകളിലും ഒന്നാമതെത്തിയ ടീമുകളാണ് നമ്മുടെ ബ്ലോക്ക് തല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ജയിക്കുന്ന ഒന്നാമത്തെ ടീമുകളാണ് ജില്ലാ തലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൽ വീറുറ്റ മത്സരം കാണാൻ കാണികൾക്ക് അവസരമുണ്ടാകും. നാളെ ഫുട്ബോൾ MGM ഗ്രൗണ്ടിൽ ആരംഭിക്കും. അതിനുശേഷം വടംവലി, പഞ്ചഗുസ്തി, ഷട്ടിൽ, അത്ലറ്റിക്സ് അടുത്ത ശനിയാഴ്ച നടക്കും. MG സ്കൂളിൽ തന്നെ നടക്കും. അതിനുശേഷം കല, ചിത്രരചന അങ്ങനെയുള്ള മത്സരങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടക്കും. സമാപന സമ്മേളനം ബഹുമാനപ്പെട്ട MLA എൽദോസ് കുന്നപ്പള്ളി അവർ അന്ന് ദിവസം വൈകുന്നേരം 15-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യും. വളരെ ഭംഗിയായിട്ട് എല്ലാ സജ്ജീകരണങ്ങളും കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മത്സരങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത്. മെഡിക്കൽ ടീം അടക്കമുള്ള സംവിധാനങ്ങൾ നമ്മളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പങ്കെടുക്കുന്ന മുഴുവൻ ടീമുകൾക്കും വിജയാശംസ നേരുന്നു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ആമുഖ പ്രഭാഷണം നടത്തി. മുടക്കുഴ പഞ്ചായത്ത് പ്രസിഡന്റ് PP അവറാച്ചൻ, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CJ ബാബു, ബ്ലോക്ക് മെമ്പർമാരായ രാജേഷ് MK, ലതാഞ്ജലി മുരുകൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി രതി MG, ജനപ്രതിനിധികളായ മനോജ് തോട്ടപ്പള്ളി, സനൽ D, രജിത ജയ്മോൻ, ജോസ് A പോൾ, വത്സ വേലായുധൻ, അനാമിക ശിവൻ, സുനിത് PS, ഡോളി ബാബു എന്നിവർ പങ്കെടുത്തു. കുറുപ്പമ്പടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ 14, 15 തീയതികളിലാണ് രചനാ മത്സരങ്ങളും മറ്റ് കലാപരിപാടികളും നടക്കുക. ഉദ്ഘാടന ദിവസം ആശ്രമം സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ 9 മുതൽ ക്രിക്കറ്റ് മത്സരങ്ങൾ ആരംഭിച്ചു. മറ്റുള്ള ദിവസങ്ങളിൽ കുറുപ്പമ്പടി MGM സ്കൂളിൽ ഫുട്ബോൾ, ഐമുറി സെന്റ് ആൻസ് പബ്ലിക് സ്കൂളിൽ ബാസ്കറ്റ്ബോൾ, കൂപ്പടി മിനി സ്റ്റേഡിയത്തിൽ വോളിബോൾ, താന്നിപ്പുഴ ആദം യുണൈറ്റഡ് ക്ലബ്ബിൽ പഞ്ചഗുസ്തി മത്സരവും നടക്കും. 13-ാം തീയതി വൈകിട്ട് 5:30 തുരുത്തിയിലാണ് വടംവലി മത്സരം. മുടക്കുഴ പാണ്ടിക്കാട് സാംസ്കാരിക കേന്ദ്രത്തിൽ ഷട്ടിൽ, MGM സ്കൂളിൽ അത്ലറ്റിക് ആൻഡ് കബഡി, ബ്ലോക്ക് ഹാളിൽ ചെസ് എന്നീ ഇനങ്ങളിലുള്ള മത്സരവും 12, 13, 14 തീയതികളിലായി നടക്കും. ഡിസംബർ 15-ന് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് സമാപനം. വൈകിട്ട് 3-ന് ചേരുന്ന സമാപന സമ്മേളനം MLA എൽദോസ് കുന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. Bobby Chamanur International Jeweler.